ഹായ് ഗായ്സ്, ഏവർക്കും വി എൻ ഷൈൻ മീഡിയയിലേക്ക് സ്വാഗതം. കുറെ കാലമായില്ല നമ്മൾ ഇങ്ങനെ കണ്ടിട്ട്. ടോപ്പിക് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, കുറെ തിരക്കുകളിൽ പെട്ടുപോയതാണ്. അപ്പം ഇന്ന് മുതൽ വീണ്ടും സജീവമായിട്ട് വി എൻ ഷൈൻ മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ന്യൂസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടാണ്. ഒരു ന്യൂസ് വന്നു, ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് റീൽസ് എടുക്കാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന് വന്ന കമന്റ്സ്, ആ കുട്ടിക്കെതിരായിട്ടുള്ള ഹാർഷായിട്ടുള്ള കമന്റ്സ്, മരിച്ച കുട്ടിക്കെതിരായിട്ട് അതിൽ കമന്റുകൾ വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എനിക്കൊരു കാര്യം പറയണ്ട്. ആദ്യം നിങ്ങൾ ആ ന്യൂസ് കണ്ടിട്ട് വരും. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാരയിലാണ് ദാരുണ സംഭവം. നിർമ്മാണത്തിലായിരുന്ന കെട്ടിടത്തിന്റെ 13ാം നിലയിൽ നിന്ന് പെൺകുട്ടി റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ കാല് തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. ബീഹാർ സ്വദേശിനിയാണ് മരിച്ചത്. ഇതാണ് ന്യൂസ്. ഇനി അതിൽ വന്ന കമൻസ് നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, ആ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണ് റീൽസ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വളരെ നല്ല കാര്യം എന്നൊക്കെ. ഒരു കുട്ടി മരിച്ചതിൻ്റെയാണ്. ഇങ്ങനെ ഓരോന്ന് ചിരിക്കുന്ന ഇമോജീസും കളിയാക്കുന്ന ഇമോജീസും ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും, ഞാൻ കണ്ടിരിക്കുന്ന ഒരു 95% ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഇതപ്പം മാതൃഭൂമി ചാനലിൽ വന്ന ന്യൂസാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ, റീൽസ് എടുക്കാൻ വേണ്ടി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് താഴേക്ക് വീണ് മരിച്ചു റീൽസ് എടുക്കുന്നതിന്റെ ഇടയിൽ എന്നാണ് പറയുന്നത്. ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് ചിന്തിച്ചാൽ മതി, ആ കുട്ടി ഒരു ബീഹാറി സ്വദേശിയാണ്, മാത്രമല്ല നടന്നിരിക്കുന്ന കർണാടകയിലാണ്. ആ ഒരു ബിൽഡിങ്, അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന, ഒരു സുരക്ഷിതം അല്ല എല്ലാവർക്കും അറിയാം. മാത്രമല്ല അവിടെ പണിക്കാരോ അതിന്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടാവും എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ സ്ഥലത്തേക്ക് ഈ കുട്ടി ഒറ്റയ്ക്ക് റീൽസ് എടുക്കാൻ വേണ്ടി പോവോ? പോയിന്റ് നമ്പർ 1. പിന്നെ ഇത് ആരാണ് പറഞ്ഞത് നോക്കണം. ഈ കുട്ടി റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിട്ട് അങ്ങനെ വീണതാന്ന് ആരാ പറഞ്ഞത് നോക്കിയിട്ട് ആ ആളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ അതിന്റെ സത്യാവസ്ഥ കിട്ടും. ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിവില്ലടോ ഇങ്ങനത്തെ ആൾക്കാർക്ക്. അതിന്റെ കമന്റ് ബോക്സ് ഫുൾ ആ കുട്ടിക്ക് ചീത്തവിളിയാണ്. റീൽസ് ഓളി അങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോ, അട്ടഹസിക്കുന്ന ഫോട്ടോ ഒക്കെയാണ് ഇമോജീസ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണ്, അതെന്താണ് സത്യാവസ്ഥ, അതിൻ്റെ എന്ന് അറിഞ്ഞിട്ട് വേണം എല്ലാവരും ഒന്ന് പ്രതികരിക്കാൻ ഏതൊരു കാര്യത്തിനും. കാരണം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ ഒരു ബിൽഡിങ്, അങ്ങനത്തെ ഒരു പണി തീരാത്തൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ പോയിട്ട് ഈ കുട്ടി റീൽസ് എടുത്തിട്ട് അവിടെ നിന്ന് വീണു പോയതാണെന്ന്. 100% എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്തായാലും, ആ കുട്ടീനെ ആരോ കൊന്നതായിരിക്കും. ഇത് 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 കർണാടക പോലീസിനൊന്നും ഇത് ഒരു ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ പോരെ. ഇനി എന്തിനാ പോലീസിനെ പറയുന്നത്? ഈ കമന്റ് ചെയ്ത ആൾക്കാർ തന്നെ കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ആകെ 1-2 ആൾക്കാർ മാത്രമാണ് പറഞ്ഞ് തള്ളിയിട്ടതായിരിക്കും, അത്ര മാത്രം. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആ ഷോർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ സെൻസ് ഇല്ലെന്ന് ചോദിച്ചിട്ട് തന്നെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂസ്, ഏത് ന്യൂസ് ചാനലാണെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ഒന്ന് ന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് തരിക. ഒരു സാധനം നിങ്ങൾ പബ്ലിഷ് ചെയ്തു, പിന്നെ അത് അവിടെ കഴിഞ്ഞു, പിന്നെ അടുത്തതിന്റെ പുറകെ ഓടുക. എന്തിനാ അങ്ങനെ? എന്തെങ്കിലും കാര്യം ക്ലിയർ ആയിട്ട് പറയണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് എൻഡ് എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടി നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സീ യു സൂൺ. ബൈ.